നമസ്തേ. നാഗചരിത്രം കേരളത്തിൽ. പരശുരാമനാണ് കേരളത്തിൽ നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ് ഐതിഹ്യം. പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ പാമ്പുകളുടെ ആധിക്യം മൂലവും ജലത്തിലെ ലവണാംശവും നിമിത്തം ഭൂമി വാസയോഗ്യമല്ലാതായി. മണ്ണ് മനുഷ്യവാസത്തിന് ഉചിതമല്ലെന്ന് കണ്ട് പരശുരാമൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്തു. ശിവ ഉപദേശത്താൽ നാഗരാജാവായ അനന്തനെയും സർപ്പശ്രേഷ്ഠനായ വാസുകിയെയും പരശുരാമൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ഭൂമിയുടെ രക്ഷകനും കാവൽക്കാരും എന്ന നിലയിൽ സർപ്പങ്ങളെ പൂജിക്കുകയും അവർക്ക് പ്രത്യേകം വാസസ്ഥാനം നൽകിയാൽ സർപ്പശല്യം അവസാനിക്കുമെന്നും അവർ അരുളി ചെയ്തു. ഉച്ഛ്വാസവായു കൊണ്ട് ജലത്തിലെ ലവണാംശം നശിപ്പിക്കാൻ സർപ്പങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഭൂമി കൃഷിക്കും താമസത്തിനും യോഗ്യമാക്കിയതിൽ സന്തുഷ്ടനായ പരശുരാമൻ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി നാഗങ്ങളെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. പ്രാചീന കേരളത്തെ വിളിച്ചിരുന്നത് അഹിഭൂമി അഥവാ നാഗങ്ങളുടെ നാട് എന്നാണ്. ചില തമിഴ് കൃതികളിലാകട്ടെ കേരളത്തെ നാഗലോകം എന്നാണ് പരാമർശിക്കപ്പെടുന്നത്. നാഗദൈവങ്ങളെ വെച്ചാരാധിച്ചാൽ അവ മനുഷ്യനെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. പഴയകാലത്തെ സ്ത്രീകൾ സർപ്പപണതാലിയും സർപ്പത്തിന്റെ രൂപം കൊത്തിയുണ്ടാക്കിയ വളകളും മോതിരവും ധരിച്ചിരുന്നതായി കാണാം. പിൻകുടുമ മാറ്റി പത്തിയും വാലുമുള്ള പാമ്പിനാകൃതിയിലുള്ള മുൻകുടുമ ഇവിടെ എത്തിയ ബ്രാഹ്മണർ സ്വീകരിച്ചത് നാഗപ്രീതിക്ക് വേണ്ടിയാണെന്ന് അനുമാനിക്കുന്നു. കേരളത്തിലെ ഭൂരിഭാഗം ധർമ്മദൈവങ്ങളായി നാഗദൈവങ്ങളെ ആരാധിക്കുന്നു. തറവാടുകളിൽ ഒരു ഭാഗത്ത് സർപ്പക്കാവും സന്ധ്യയ്ക്കുള്ള വിളക്ക് വയ്ക്കലും പതിവാണ്. ഇവയൊക്കെ പുരാതന കാലം മുതൽ പ്രാബല്യമായിരുന്ന നാഗാരാധനയുടെ സൂചനകളാണ്.